താമര അഴുക്കുവെള്ളത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ കുറച്ച് അഴുക്കുവെള്ളമെടുത്ത് താമരയുടെ ഇലയിൽ ഒഴിച്ചാൽ അല്പം പോലും അതിൽ നിൽക്കില്ല. ശരി, മത്സ്യത്തെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? സമുദ്രത്തിൽ നിന്നാണ്. അതുപോലെ ഉണക്കമീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിറയെ ഉപ്പാണ്. അത് സമുദ്രത്തിൽ നിന്നെടുക്കുന്നത് കൊണ്ടാണ് അതിൽ ഉപ്പുണ്ടായിരിക്കുന്നത്. അതേ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈകളടിക്കാമോ? എന്നാൽ ആ ഉണക്കമീൻ സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടല്ല അതിൽ ഉപ്പുണ്ടായിരിക്കുന്നത്. സമുദ്രത്തിൽ മത്സ്യം കിടക്കുമ്പോൾ, സമുദ്രത്തിൽ നിറയെ ഉപ്പുവെള്ളം ആയിരിക്കുമ്പോൾ തന്നെ സമുദ്രത്തിൽ കിടക്കുന്നതായ മത്സ്യത്തെ നിങ്ങൾ പിടിക്കുമ്പോൾ നോക്കുക, അതിൽ ഉപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. സമുദ്രം നിറയെ വെള്ളമുണ്ട്, അത് ഉപ്പുവെള്ളമാണ്. സമുദ്രത്തിൽ അതുപോലെ ഒരുപാട് മീനുകളുണ്ട്. ആ മത്സ്യത്തെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അത് കിടക്കുന്നത് ഉപ്പുവെള്ളത്തിലാണല്ലോ. ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നതായ മത്സ്യത്തിൽ ഉപ്പുണ്ടായിരിക്കണമല്ലോ, അത് കാണില്ല. നമ്മൾ ഉണക്കമീൻ അത് ഉപ്പുവെള്ളത്തിൽ നിന്ന് വരുന്നത് കൊണ്ടല്ല അതിൽ ഉപ്പുണ്ടായിരിക്കുന്നത്, മറിച്ച് ആ മത്സ്യത്തിൽ നമ്മൾ ഉപ്പിടുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മലിനജലത്തിൽ വളരുന്നതായ താമരയെ, താമരപുഷ്പത്തെ, താമരയുടെ ഇലയെ ദൈവം വളരെ ശുദ്ധിയായിട്ട് കാക്കുന്നുവെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്നതായ മത്സ്യത്തിൽ അല്പം പോലും ഉപ്പ് കടക്കാതെ, അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതെ ആ മത്സ്യത്തെ ദൈവം കാത്തുപരിപാലിക്കുന്നുവെങ്കിൽ, ഈ പാപം നിറഞ്ഞതായ ലോകത്ത് പാപത്തിൻ്റെ മധ്യയിൽ അല്പം പോലും പാപം നമ്മെ തൊടുവാനിടയാകാതെ ദൈവം നമ്മയും കാത്ത് പരിപാലിക്കും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, നമ്മൾ ദൈവത്തോട് ചോദിക്കണം. നോഹ പാപം നിറഞ്ഞ സമൂഹത്തിൽ പാപികളായ മനുഷ്യരുടെ മധ്യയിൽ നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചു. അതിൻ്റെ പ്രതിഫലമായി തൻ്റെ കുടുംബത്തെ കാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയ സഹോദര, സഹോദരി, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ നിനക്ക് കാത്തു രക്ഷിക്കണമെങ്കിൽ ആദ്യം നീ വിശ്വസ്തയോടെ ജീവിക്കണം. നിന്റെ മക്കൾ നല്ല വഴിയിൽ ജീവിക്കണമെങ്കിൽ ഈ പാപം നിറഞ്ഞ ലോകത്ത് വഴിതെറ്റിപ്പോകാതെ യൗവന മോഹങ്ങളിൽപ്പെട്ട് നിന്റെ മക്കളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, പാപത്താൽ നിറയപ്പെട്ട് അവർ ജീവിക്കാതിരിക്കണമെങ്കിൽ ആദ്യം പിതാവായ നീ വിശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ടാണ് നോഹയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത്, നോഹേ, നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നീ രക്ഷിക്കപ്പെടണം. ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം, നമ്മുടെ സമൂഹം വഴിതെറ്റിയിരിക്കുകയല്ലേ? ഒരുപാട് വഴിതെറ്റിയിരിക്കുകയാണ്. പാപം കൊണ്ടും ദുഷ്ടത കൊണ്ടും നിറഞ്ഞിരിക്കുകയല്ലേ? വളരെ ദാരുണമായ രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് നടക്കുന്നതിന് മുൻപ് നിന്റെ തകർന്ന പഴയ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് നൽകുന്ന ഒരു പുതിയ ജീവിതം, പുതിയ ഹൃദയം നീ നേടിയെടുക്കുക. ഒരുപക്ഷെ ഇന്ന് തന്നെ കർത്താവിൻ്റെ വരവ് സംഭവിക്കുകയാണെങ്കിൽ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുവാനിടയാകാതെ, മറിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ആവശ്യമായ ഒരുക്കത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, അന്ന് നോഹയുടെ കാലത്ത് മനുഷ്യർ ചെയ്തു വന്നതായ പാപത്തെ കണ്ടുകൊണ്ട്, അവരുടെ ദുഷ്ടത കണ്ടുകൊണ്ട്, അവരുടെ ദുസ്ഥിതി കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ അവരെ ശിക്ഷിക്കുവാനിടയായല്ലോ. അങ്ങനെ ഒറ്റയടിക്ക് ഭൂമിയിലെ മനുഷ്യരെ എല്ലാവരെയും നീ നശിപ്പിച്ചു. എന്നാൽ നോഹയെയും നോഹയുടെ കുടുംബത്തെയും നീതിയോടെ ജീവിച്ചതുകൊണ്ട് അവരെ നീ രക്ഷിച്ചു. കർത്താവ്, ഇന്ന് ആരൊക്കെയാണോ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നീ നൽകുന്നതായ പാപക്ഷമ നേടിയെടുത്തുകൊണ്ട് ഇന്നു മുതലെങ്കിലും നീതിയോടുകൂടി, വിശ്വസ്തയോടുകൂടി, വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തങ്ങളെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്, അവരെല്ലാവരെയും നീ കൈക്കൊള്ളണമേ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതെപ്പോഴെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ആയിരിക്കാം. കർത്താവ്, നിന്റെ വരവ് സംഭവിക്കുമ്പോൾ ഞങ്ങൾ തള്ളപ്പെടാൻ പാടില്ല, നരകത്തിലേക്ക് പോകുവാൻ പാടില്ല. കർത്താവേ, പ്രാർത്ഥിക്കുന്ന മക്കളുടെ എല്ലാവരുടെയും പാപങ്ങളെ നീ ക്ഷമിക്കണമേ. എല്ലാ മക്കളോടും നിന്റെ കരുണ കാട്ടണമേ. പാപം നിറഞ്ഞ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ വിടുവിക്കണമേ. നിന്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ.
നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും നീ നിറയ്ക്കണമേ. നിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ളതായ ഭാഗ്യം നൽകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.